നമസ്കാരം. ഇസ്രയേലുമായുള്ള യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്ന് ഇറാൻ. നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമെന്ന് ഇറാന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അറഫ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി തങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല, ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാവി പ്രതികരിച്ചു. ഞങ്ങളിപ്പോൾ വെടിനിർത്തലിലല്ല, ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ്. അത് എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം. അവിടെ ഒരു പ്രോട്ടോകോളുമില്ല, നിയന്ത്രണങ്ങളില്ല. ഞങ്ങളും ഇസ്രയേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജൂൺ 13-നായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ആദ്യഘട്ടത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗിരി അടക്കം 6 മുതിർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു ഇറാന് നഷ്ടമായത്. ആണവ ശാസ്ത്രജ്ഞർ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി. തുറമുഖ നഗരമായ ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രയേലിലെ ശാസ്ത്രകൃതയും സാങ്കേതിക ഗവേഷകരുടെ ആസ്ഥാനമെന്നറിയപ്പെടുന്ന വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇതിനിടെ അമേരിക്കയും ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കാളികളായി. ഇതോടെ സംഘർഷത്തിന് പുതിയ മാനം വന്നു. ഇസ്രയേലിന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തി. ഇറാനെതിരായ അപ്രതീക്ഷിത ആക്രമണത്തിൽ അമേരിക്കയെ വിമർശിച്ച് ലോക രാജ്യങ്ങളിൽ രംഗത്ത് വന്നു. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം നടന്നതോടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. ഖത്തറും വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളികളായി. ജൂണിലെ 12 ദിവസത്തെ ഏറ്റുമുട്ടലിനെ തുടർന്നുള്ള നിലവിലെ ഇടവേള ഒരു താൽക്കാലിക ഇടവേള മാത്രമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേലുമായുള്ള സംഘർഷം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാമെന്ന് ഇറാനിയന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഏത് നിമിഷവും സംഘർഷ സാധ്യത ഉള്ളതിനാൽ നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മൾ ഒരു ഔപചാരിക വെടിനിർത്തലിലല്ല, മറിച്ച് താൽക്കാലികമായി ശത്രുത നിർത്തിവെക്കുകയാണെന്നാണ് ഒന്നാം വൈസ് പ്രസിഡന്റായ മുഹമ്മദ് റസ അരീഫ് പറഞ്ഞത്. ജൂണിൽ നടന്ന സംഘർഷത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, സിവിലിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. പ്രമുഖ കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 1000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ പ്രതികരിച്ചു. ഇത് ഇസ്രയേലിൽ ഡസൻ കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാക്കി. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി 2 ദിവസത്തിനു ശേഷം ജൂൺ 24-ന് അമേരിക്ക ഇടപെട്ട് ശത്രുതയ്ക്ക് വിരാമമിട്ടു. എങ്കിൽ പോലും ഔപചാരികമായ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നില്ല. യുദ്ധം അനൗപചാരികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ പ്രധാന സൈനിക ഉപദേഷ്ടാവായ യഹ്യ റഹീം സഫാരിയാണ് ഈ ഞായറാഴ്ച പ്രാദേശിക മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഇറാൻ ഏറ്റവും മോശമായ ഫലങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. നമ്മളൊരു വെടിനിർത്തൽ കരാറിലല്ല, ഏത് നിമിഷവും വഷളാകുന്ന ഒരു യുദ്ധാവസ്ഥയിലാണ് നമ്മൾ. ഇസ്രയേലുമായോ അമേരിക്കയുമായോ ഒരു ഔപചാരിക കരാറോ പ്രോട്ടോകോളുകളോ ധാരണയോ ഇല്ല. ഷാഖ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആക്രമണങ്ങൾ നിർത്തലാക്കുന്നത് ഒരു ഉറപ്പല്ല, അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും മറ്റൊരു സാധ്യതയുള്ള ഏറ്റുമുട്ടലിന് പൂർണ്ണമായും തയ്യാറെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ അന്നുമുതൽ ഊന്നി പറഞ്ഞത്. ആണവ പരിപാടിയിലൂടെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുമ്പോൾ ടെഹ്റാൻ ഈ ആരോപണം ശക്തമായി നിഷേധിക്കുന്നു. യുദ്ധാനന്തരം ടെഹ്റാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി പുനരാരംഭിക്കുകയും ചെയ്താൽ ഇറാനെ വീണ്ടും ആക്രമിക്കുന്ന ഇസ്രയേലും അമേരിക്കയും ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. 2015 ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 3.67% പരിധിയേക്കാൾ വളരെ കൂടുതലായ യുറേനിയം സമ്പുഷ്ടീകരണം 60% ഉയർത്തുന്നുവെന്ന ഏക ആണവായുധേതര രാജ്യമാണ് ഇറാനെന്ന് ഐക്യരാഷ്ട്രസഭയുടെ 6 നിരീക്ഷണ സംഘം മുന്നറിയിപ്പ് നൽകി. ആണവായുധത്തിന് ആവശ്യമായ 90% സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഒരു ചെറിയ ചുവടുവയ്പ്പാണ് ഈ ലെവൽ. കഴിഞ്ഞ ആഴ്ച 2015 കരാറിൽ ഒപ്പുവെച്ച ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ കരാർ പ്രകാരം നീക്കം ചെയ്ത ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ടെഹ്റാൻ പിന്മാറുമെന്ന് രാജ്യത്തെ ചില ഉദ്യോഗസ്ഥർ സൂചന നൽകിയതോടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇതിനിടെ ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമാണ് ഈ വെടിനിർത്തലിൽ മറുപടി കാത്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ചർച്ച തുടരുന്നതായി അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. കരാറിന് വേണ്ടി ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 51. ഹമാസിനെ തകർക്കാതെ ബന്ദിമോചനം സാധ്യമല്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ബന്ധപ്പെട്ട കക്ഷികളുമായി അനൗപചാരിക ചർച്ചകൾ തുടരുകയാണെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കിയത്. ഇസ്രയേലിലെ പ്രതികരണം വൈകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ഞായറാഴ്ച തെലവീവിൽ ബന്ധുക്കൾ നടത്താനിരുന്ന പ്രതിഷേധ റാലി മാറ്റിവെച്ചു. ഹമാസ് അംഗീകരിച്ചതോടെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ചർച്ച തുടരുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റ പ്രതികരിച്ചു. US പ്രതിനിധി സ്റ്റീവ് വിക്കോഫിന്റെ മുൻ നിർദ്ദേശത്തിന്റെ സമാനമാണ് പുതിയതെന്നതിൽ വെടിനിർത്തൽ അമേരിക്ക ഇസ്രയേലിനെ പ്രേരിപ്പിക്കുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ കരുതുന്നത്.
അതേസമയം ഗാസയിൽ കൂടുതൽ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്നും ഹമാസിനെ തകർക്കാതെ ബന്ദികളുടെ മോചനം നടക്കില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഗാസ സിറ്റിയിലും മറ്റും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലാണ് 51 പേർ കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് സെമിറ്റിക് വിരുദ്ധ നടപടിയാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ തള്ളി ഫ്രാൻസും രംഗത്തെത്തി. സെമിറ്റിക് വിരുദ്ധതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് നെതന്യാഹു തങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലെന്നാണ് ഫ്രാൻസ് തിരിച്ചടിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.